ദിവസങ്ങൾ നീണ്ട ശക്തമായ വ്യോമാക്രമണങ്ങളാണ് പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്നത്. ഇറാന്റെ തിരിച്ചടിയും കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഇറാനെ മുട്ടുകുത്തിക്കാൻ അമേരിക്കൻ സേനയ്ക്ക് സാധിച്ചോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തിരയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ചില റിപ്പോർട്ടുകൾ തരുന്നത് അമേരിക്കയ്ക്കോ ട്രംപിനോ അത്ര സുഖകരമായ വാർത്തയല്ല. അതെ, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA വിലയിരുത്തുന്നത് ഇറാനെതിരെയുള്ള US ആക്രമണങ്ങൾ പരാജയപ്പെട്ടു എന്നാണ്. ദിവസങ്ങൾ നീണ്ട ആക്രമണങ്ങൾ US നടത്തിയെങ്കിലും ഹോർമുസിലെ പരമാധികാരത്തിലടക്കം ഇറാൻ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് CIA വിലയിരുത്തുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹോർമുസിൽ അമേരിക്ക പതറിപ്പോകുന്നത്? ആരുടെ പരാജയമാണ് ലോകം കാണേണ്ടി വരിക? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. ലോകത്തെ എണ്ണ ഗതാഗതത്തിന്റെ സിംഹഭാഗവും നടക്കുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആധിപത്യവും നിലപാടുകളും തകർക്കാൻ ആക്രമണങ്ങൾക്കായില്ല എന്നതാണ് വാസ്തവം. US സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം രാഷ്ട്രീയ സൈനിക നിലപാടുകളിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയുമാണ്. ഓർക്കണം, മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് ശേഷം മൊജ്തബ അധികാരമേറ്റെങ്കിലും പരമോന്നത നേതാവിന്റെ അസാന്നിധ്യം വൻ ചർച്ചയാകുമ്പോഴാണ് ഇറാൻ ഈ നിലപാടുകൾ വ്യക്തമായി ഉറച്ചു നിൽക്കുന്നതും. മാത്രമല്ല, ആഭ്യന്തര ഭരണവ്യവസ്ഥ അസ്ഥിരമാവുകയും അട്ടിമറി പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സമയത്തും ട്രംപിന് ഇറാനിലേക്ക് പ്രവേശനം കിട്ടുന്നില്ല എന്നതും ഇവിടെ പ്രധാനമാണ്. കഴിഞ്ഞ മാസം 17-ന് ഒപ്പുവെച്ച ഇടക്കാല വെടിനിർത്തൽ കരാറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയതും കടുപ്പമേറിയതുമായ സംഘർഷമാണിത്. നിലവിലെ ഈ പോരാട്ടം വെറും ഒരു US ഇറാൻ വിഷയം മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ മേഖലയെ ആകമാനം വൻ പ്രതിസന്ധിയിലേക്കും യുദ്ധത്തിലേക്കും തള്ളിവിടുന്ന ഘട്ടത്തിലാണ് ഇത് എത്തിച്ചേർന്നിരിക്കുന്നത്. യുദ്ധം പുതിയ മേഖലകളിലേക്ക് പടരുന്നതിന്റെ സൂചനകളാണ് ചെങ്കടലിൽ കാണുന്നതും. ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള പ്രധാന കപ്പൽ ഗതാഗത പാത ഉപരോധിച്ചിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായി ഇറാന്റെ പ്രധാന പാലങ്ങൾക്ക് നേരെയും വൈദ്യുത നിലയങ്ങൾക്ക് നേരെയും ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്ക അത്തരമൊരു നീക്കം നടത്തിയാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാനും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ സൈനിക ശേഷി തകർത്തെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ തെറ്റാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് വെടിനിർത്തൽ ലംഘിക്കപ്പെട്ട ശേഷമുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ ഗൾഫ് മേഖലയിലുള്ള US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ. ഇറാന്റെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇവിടങ്ങളിൽ നടന്നത്. അതീവ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിക്കാനുള്ള സൈനിക ശേഷി ഇറാൻ ഇപ്പോഴും ഉണ്ടെന്നതാണ് ഈ ആക്രമണങ്ങളുടെ ലഭ്യമായ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. US സേന താമസിക്കുന്ന സ്ഥലങ്ങൾ, പ്രവർത്തന മേഖലകൾ, ഡ്രോൺ ഷെൽട്ടറുകൾ, റഡാർ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഇറാന്റെ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അമേരിക്കൻ സൈനിക താവളങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടരുത് എന്ന് US സർക്കാർ സാറ്റലൈറ്റ് കമ്പനികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്നാൽ തങ്ങളുടെ ആക്രമണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചാരണത്തിന്റെ ഭാഗമായി ഇറാൻ പരസ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാൻ പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ, താവളത്തിനുള്ളിൽ നിന്നുള്ള സൈനികർ പകർത്തിയ ദൃശ്യങ്ങൾ, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്നിവ പരിശോധിച്ച് ശാസ്ത്രീയമായാണ് ന്യൂയോർക്ക് ടൈംസ് ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഉപഗ്രഹ ചിത്രങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ US പ്രതിരോധ മന്ത്രാലയ വക്താവ് തയ്യാറായിട്ടില്ല. യുദ്ധത്തിന്റെ തുടക്കത്തിൽ നാവിക, വ്യോമ, സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു ഇറാന്റെ ആക്രമണമെങ്കിൽ ഇപ്പോൾ സൈനികർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കൂടി കടുത്ത ആക്രമണങ്ങൾ വ്യാപിച്ചിരിക്കുന്നത് US ക്യാമ്പുകളിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ആക്രമണം തുടരുമ്പോൾ അമേരിക്കയുടെ യുദ്ധച്ചെലവും കുതിച്ചുയരുകയാണ്. $37.5 ബില്യൺ ഇറാനെതിരായ ആക്രമണത്തിനായി ചെലവായെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞിരുന്നു. അമേരിക്കയിൽ ഇടക്കാല തിരഞ്ഞെടുപ്പിന് 6 മാസം ശേഷിക്കെ യുദ്ധച്ചെലവിലുണ്ടായ ഭീമമായ വർധന ഭരണകൂടത്തിനും ട്രംപിനും ഒരു കീറാമുട്ടിയാണെന്നതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിലും മതിപ്പില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അമേരിക്കൻ ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൊതുജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത യുദ്ധവും അതിനായി ചെലവഴിക്കുന്ന കോടാനുകോടി ഡോളറും രാജ്യത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. മുൻനിര ഡെമോക്രാറ്റിക് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഭരണകൂടത്തിന്റെ ഈ നീക്കത്തെ ശക്തമായി വിമർശിക്കുകയും യുദ്ധം തുടർന്നാൽ യഥാർത്ഥ ചെലവ് ഇതിലും എത്രയോ ഇരട്ടിയാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. എന്നാൽ അമേരിക്ക പരാജയം സമ്മതിക്കുന്നു എന്നും അമേരിക്ക പരാജയപ്പെട്ടു എന്നും ഇതിൽ നിന്ന് അർത്ഥമാക്കാൻ സാധിക്കില്ല. കാരണം
പശ്ചിമേഷ്യയിൽ തന്റെ ആധിപത്യം തുടരാൻ അമേരിക്ക വൻ പദ്ധതികൾ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. സൗദി അറേബ്യയുമായി 30 വർഷത്തെ സിവിൽ ആണവ സഹകരണ കരാറിന് അമേരിക്ക ഒരുങ്ങുകയാണ്. കരാർ പ്രാബല്യത്തിൽ വന്നാൽ സൗദിയുടെ ആദ്യ സമഗ്ര സിവിൽ ആണവോർജ്ജ പദ്ധതിക്ക് അമേരിക്കൻ സാങ്കേതിക വിദ്യയും സ്വകാര്യ കമ്പനികളുടെ നിക്ഷേപവും ലഭിക്കും. അതേസമയം നിയന്ത്രിത യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകാനുള്ള സാധ്യതയാണ് ഈ കരാറിനെ അന്താരാഷ്ട്ര തലത്തിൽ വിവാദമാക്കുന്നത്. വിദഗ്ധരുടെ വിലയിരുത്തലിൽ ഇതൊരു സാധാരണ ഊർജ്ജ സഹകരണ കരാറല്ല. അമേരിക്ക ഇറാൻ മത്സരം, ചൈനയും റഷ്യയും പശ്ചിമേഷ്യയിൽ വർദ്ധിപ്പിക്കുന്ന സ്വാധീനം, ആഗോള ഊർജ്ജ സുരക്ഷ, ആണവ വ്യാപന നിയന്ത്രണം എന്നിവയെല്ലാം ഈ കരാറിന് പിന്നിലെ പ്രധാന ഘടകങ്ങളുമാണ്. ഇസ്രയേൽ, സൗദി, ഗൾഫ് രാജ്യങ്ങൾ എന്നിവയെ അമേരിക്കയുടെ സുരക്ഷാ വലയത്തിനുള്ളിൽ കൂടുതൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമമായും ഈ കരാറിനെ കാണുന്നുണ്ട്. ഈ കരാർ പ്രഖ്യാപിക്കപ്പെടുന്ന സമയം തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തമാണ്. ഇറാന്റെ ആണവ പദ്ധതി വീണ്ടും ആഗോള ആശങ്കയായി തുടരുകയുമാണ്. ഇത്തരം സാഹചര്യത്തിൽ സൗദിയെ അമേരിക്കയുടെ ദീർഘകാല സുരക്ഷാ സാമ്പത്തിക പങ്കാളിയായി ഉറപ്പിക്കുന്ന നീക്കമായാണ് ഈ കരാറിനെ വിശകലന വിദഗ്ധർ കാണുന്നതും. ഇറാൻ ആണവ പദ്ധതി കൂടുതൽ വേഗത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പും. പശ്ചിമേഷ്യയിൽ ആണവ മത്സരത്തിന് തുടക്കമാകാനും സാധ്യതയുണ്ട്. തുർക്കി, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളും സമാന സാങ്കേതിക അവകാശങ്ങൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയും ഇവിടെ മറച്ചുവെക്കാനാവില്ല. ഇതിനിടയിൽ $1.15 ട്രില്യൺ വമ്പൻ പ്രതിരോധ ചെലവ് ബില്ലിന് അമേരിക്കൻ പ്രതിനിധി സഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക വിജയമായി കണക്കാക്കപ്പെടുന്ന ഈ ബില്ല് സൈനികർക്ക് 57% ശമ്പള വർധനയാണ് നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് $250 ബില്യൺ അധിക വർധനയാണ് പ്രതിരോധ മേഖലയ്ക്കായി ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ അയൺ ഡോമിന് സമാനമായി ട്രംപ് ലക്ഷ്യം ചെയ്യുന്ന ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ കവചം വികസിപ്പിക്കുന്നതിനും അമേരിക്കയുടെ ആണവായുധ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും കൂടി വേണ്ടിയാകും ഈ ബില്ല് പ്രകാരം ലഭിക്കുന്ന തുക വിനിയോഗിക്കുക. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ മൂലം കുറഞ്ഞു വരുന്ന ആയുധശേഖരം പുനഃസ്ഥാപിക്കാൻ ഈ ഫണ്ട് അനിവാര്യമാണെന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വാദിക്കുന്നുമുണ്ട്. എന്തായാലും ട്രംപ് പെട്ടെന്നൊന്നും പരാജയം സമ്മതിക്കാൻ പോകുന്നില്ല. പക്ഷേ ചെങ്കടലിലെ ഗതാഗത തടസ്സവും ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വവും തുടർന്നാൽ അത് ആഗോളതലത്തിൽ ഇന്ധനവില വർധനവിനും കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനും വഴിതെളിക്കും. ഭീഷണികളും തിരിച്ചടികളും നിരപരാധികളുടെ ജീവനെടുക്കുന്നതിനും മേഖലയെ പൂർണ്ണ നാശത്തിലേക്ക് തള്ളിവിടുന്നതിനുമേ ഉപകരിക്കൂ എന്നത് മറ്റൊരു കാര്യം. കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും അന്താരാഷ്ട്ര ഇടപെടലുകളിലൂടെയും ഒരു സ്ഥിരമായ വെടിനിർത്തലിൽ എത്തുക മാത്രമാണ് മുന്നിലുള്ള ഏക വഴി എന്നത് ഇവിടെ വിസ്മരിക്കാനാകില്ല.